നമുക്കിന്നൊരു സ്റ്റാർട്ടിംഗ് മോട്ടർ BS6 സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിംഗ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടിക് ടിക് എന്ന സൗണ്ടാണ് വരിക. അടിക്കുന്ന സമയത്ത് ടിക് കയറി പിടിക്കുന്നൊരു സൗണ്ട് വരും. അതെന്താണെന്ന് ചെക്ക് ചെയ്യണമെന്ന് നോക്കുന്നത്. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവനൂർ. ഞാനിതൊരു ബോൾട്ടറിന് അയച്ചു വെച്ചിട്ടുണ്ട്. ഇത് അയക്കുന്നതിന് ശരിക്കും ഇതിൻ്റെ മാർക്കിങ് നോക്കണം കേട്ടോ. മാർക്കിങ് നോക്കാൻ അറിയാത്തവർ മോട്ടർ അയക്കുന്ന സമയത്ത് അപ്പുറം ഒന്ന് മാർക്ക് ചെയ്തിടുക. കാരണം ഇതിൽ ഗാഡിയുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യാം. ഇതെന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബെയറിങ് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ബ്രഷ് ഊരി പോരാതെക്കാനാണ് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. പിന്നെ അതേമാതിരി താഴെ കൈ വെക്കുക, മാഗ്നറ്റ് ഊരി പോരാതിരിക്കാൻ. ബ്രഷ് ഇടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എങ്ങനെ അയച്ചു കഴിഞ്ഞാൽ. നോക്കുക, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യുകയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സാധനം അയച്ചിട്ട് ഇത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ വണ്ടീൻ്റെ മോട്ടർ ഇറക്കിയില്ല കേട്ടോ, അതിന് പോള് മാറിപ്പോവും. നമ്മളിതിങ്ങനെ അയച്ച് ഒരു രീതിയിലും പെട്ടെന്ന് ഇങ്ങനെ അയച്ചെടുത്തിട്ട് പൊട്ടിക്കാൻ നോക്കരുത്. പോള് മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് തന്നെ മാർക്ക് ചെയ്യുക. അത് മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പഴയ ഗമ്മുണ്ടാവും കേട്ടോ. ആ ഗമ്മ് ശരിക്കും അരച്ച് കളയണം. പോള് മാറിപ്പോയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അവിടെ മാർക്ക് ചെയ്ത മാഗ്നറ്റിൻ്റെ മുകളിൽ അത്ര വിട്ടൊന്നും മാർക്കാവില്ല. ഗമ്മിൻ്റെ കട്ടി കൂടി കഴിഞ്ഞാൽ ആർമേച്ചർ തട്ടും, മോട്ടർ കറങ്ങില്ല. കാണുന്നുണ്ട്. നമ്മൾ പെട്രോളോ തിന്നറോ ഉപയോഗിച്ചിട്ട് അതൊന്ന് അവിടെ ക്ലീനറാണ് ഉപയോഗിക്കുന്നത്. ശരിക്ക് ക്ലീൻ തുടച്ചെടുക്കുക. ഇതാണ് മാർക്ക് ചെയ്ത ഭാഗം. ഇതാണ് ഇതിൻ്റെ മാർക്ക് ചെയ്ത ഭാഗം. ഇതൊന്ന് തുടച്ചെടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് അറാൾഡേറ്റ് 5 മിനിറ്റ് റിസെറ്റിംഗ് ആണ് കേട്ടോ.
മാറരുത്. മാർക്ക് ചെയ്ത ഭാഗത്താണ്. ഇത് അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചവനെ നീക്കാൻ നിൽക്കരുത് കേട്ടോ. ചെറിയ രീതിയിൽ നിൽക്കുന്ന കുഴപ്പമില്ല. എക്സസൈറ്റ് വരുന്ന തുടച്ചെടുക്കുക. ഗ്യാപ്പ് കറക്റ്റ് ആവണം. ഇതിൻ്റെ ഗ്യാപ്പ് നോക്കുക. ഒരു ബോൾട്ട് ഇറക്കിയിട്ട് ഗ്യാപ്പ് കറക്റ്റ് ചെയ്യുക. കുറച്ചു നേരം പിടിച്ച് നിൽക്കണത് അങ്ങോട്ട് തെന്നി കളിക്കും. ഇത് ഗ്യാപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇറങ്ങുന്ന ഭാഗത്താണ് ഇത് വരുന്നതെങ്കിൽ ഈ ബോൾട്ട് ഇതിലൂടെയാണ് ഇറങ്ങുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ബോൾട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവില്ല കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ ഒരു 5 മിനിറ്റ് സെറ്റ് ആവുന്ന വരെ വെക്കാം. നമുക്ക് 5 മിനിറ്റ് ഇതിൻ്റെ ഒരു റീസെറ്റിംഗ് ടൈം വരെ നമുക്ക് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് നോക്കുക. ഇവിടെ ഈ വീതി കൂടുതലുള്ള ഭാഗം താഴോട്ടിടുക കേട്ടോ. ഇവിടെ സ്പേസ് കുറവാണ്. സ്പേസ് കൂടുതലുള്ള ഭാഗം താഴോട്ടിടുക. ഇവിടെ ഒരു മാർക്ക് വരുന്നുണ്ട്. അത് ഈ ഗാഡിയിലേക്ക് ഇറങ്ങണം. ഇവിടെ റിങ് ഉണ്ട് കേട്ടോ. ഓറിങ് ഉണ്ട്. വാട്ടർ പ്രൂഫ് ഓറിങ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അതേമാതിരി ഇവിടെ റിങ് വരുന്നുണ്ട്. ഫൈബർ ആമർ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അപ്പം ഇതിനോട് തിരിച്ചു നേടുന്നത്. മെറ്റൽ ആമറോട് അടിക്കരുത്. അലൂമിനിയാണ്. ബോൾട്ടിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇതാണ് വരുന്നതാ. ഇവിടെ അതാ നോക്കുക. ഇപ്പം മാഗ്നറ്റ് ഒട്ടിയിട്ട് ഏതെങ്കിലും സ്പേസിങ്ങിന് മാറ്റം വന്നേക്ക് സാധനം കയറൂല. എന്താ അത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. $2360 ഈ മോട്ടറിന് വരുന്നത്. ബ്ലാക്കിന് ബേസിക്സ് മോഡലിന്. നമുക്കിത് ഈസി ആയിട്ട് ഈ തുടക്കത്തിന് ശബ്ദമുള്ള സമയത്ത് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് അയച്ചിട്ട് നിങ്ങൾ റിപ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. പിന്നെ ഇത് സൗണ്ട് വന്നിട്ട് പിന്നെയും ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ മാഗ്നറ്റ് പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ റീപ്ലേസ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. ഇത് മോട്ടർ ഓക്കെ ആയിട്ടുണ്ട്. ഇത് ഓക്കെ. ഇത്രയാണ് ഈ ഒരു മോട്ടർ. നിങ്ങൾ ശ്രദ്ധിക്കുക. ചെയ്യുന്ന സമയത്ത് ഇതേമാതിരി ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.